ടിക്കറ്റ് കിട്ടാണ്ട് ഞാനിങ്ങനെ വലഞ്ഞ് നിൽക്കുകയാണ്. ജോർജ് കുട്ടിയെ പോലെ ഇരുന്നിട്ട് വരെ ടിക്കറ്റ് കിട്ടിയില്ല. 3 മണിക്ക് ഞാനിവിടെ വന്ന് നിൽക്കുന്ന ടിക്കറ്റിന് വേണ്ടി പലരോട് ചോദിച്ചു. അവൻ പറയാണ് പാറേപ്പള്ളി ധ്യാനത്തിന് പോയിട്ട് വരുമ്പോൾ ടിക്കറ്റ് ചെയ്താണ്. അതൊരു വർഷം എടുക്കൂലേ? വീണ്ടും ദൃശ്യം 4 വരും. സങ്കടമുണ്ട്. ജോർജ് കുട്ടിയായിട്ട് വന്ന് വെറുതെ ആയി. സങ്കടമുണ്ട്. പടം അടിപൊളി. സസ്പെൻസ് ത്രില്ലർ 4 ഉണ്ട്. ദൃശ്യം 4. പടം അടിപൊളിയായിരുന്നു, ഇഷ്ടപ്പെട്ടു. ആസ് എക്സ്പെക്റ്റഡ് ആയിരുന്നു. ദൃശ്യം 1, 2 നമ്മളെല്ലാവരും കണ്ടതാ. അതുപോലെ തന്നെ അതിനേക്കാളും അടിപൊളി മികച്ച രീതിയിൽ തന്നെയാണ് ദൃശ്യം 3 എടുത്തേക്കുന്നത്. എല്ലാവരും മസ്റ്റ് വാച്ചാണ്. എനിക്ക് ഒരു പ്രാവശ്യം കാണാൻ തോന്നുന്നുണ്ട്. ക്ലൈമാക്സിൽ അരമണിക്കൂർ അങ്ങനെ എന്തെങ്കിലും ഞെട്ടിക്കലുണ്ട്? ഞെട്ടിക്കലുണ്ട്. ഫുൾ ത്രില്ലറാണ്. ഫസ്റ്റ് ഹാഫ് ത്രില്ലറിലാണ് നിർത്തണതും സെക്കൻഡ് ഹാഫ് ഫുള്ളോട് ട്വിസ്റ്റാണ്. ഇനിയൊരു പാട്ട് പ്രതീക്ഷിക്കാമോ? മേ ബി വന്നേക്കാം. ഞാനും പ്രതീക്ഷിച്ചായിരുന്നു. അടിപൊളി. ഇമോഷണൽ സീൻസ് ഒക്കെ എങ്ങനെയുണ്ട് ലാലേട്ടൻ്റെ? നമ്മൾ ഭയങ്കരമായിട്ട് ഇമോഷണലായി പോകും. ഹാർട്ട് ടച്ചിങ് ആണ് എല്ലാ സീൻസും. നല്ലതായിട്ട് എൻജോയ് ചെയ്ത് കാണാം. ഫാമിലി പ്ലസ് ഫുൾ ത്രില്ലർ ഒരു മൂവി. പോലീസിന് ഒരു കൊട്ടുകൊടുക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അത് ഇതിലുണ്ട്. പോലീസിനെ തന്നെയാണ് ഈ സിനിമയിലെ എല്ലാ പാർട്ടിയും പോലീസിൻ്റെ ഒരു വില്ലൻ കഥാപാത്രങ്ങളായിട്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ഒരു പോലീസുകാരന് ഇത് അങ്ങനെ തോന്നില്ല. കാരണം പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ആലോചിച്ച് അവർ നീതി നടപ്പാക്കുക, സത്യം തെളിയിക്കാൻ വേണ്ടി മാത്രമേ പോലീസുകാർ ശ്രമിച്ചിട്ടുള്ളൂ. അപ്പോൾ ചില സമയത്തൊക്കെ അവരെ മണ്ടന്മാരായിട്ടൊക്കെ കാണിച്ചിട്ടുണ്ട്. അതായത് പാർട്ട് 1 സഹദേവ മണ്ടനായി പോയി, പാർട്ട് 2 നമ്മുടെ മുരളിഗോപി ചെയ്ത ക്യാരക്ടർ ഒരു മണ്ടനെ പോലെ ആയിപ്പോയി. അപ്പോൾ 3 വരുമ്പോൾ ആ ഒരു ജസ്റ്റിഫിക്കേഷൻ പോലീസിന് കിട്ടണം എന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇതിൽ അത്ര ഇമ്പാക്റ്റോട് കൂടി അത്ര കാണിച്ചിട്ടില്ല. ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളൊരു ഭാഗം തേർഡ് പാർട്ടിൽ അത്ര എഫക്റ്റീവായിട്ട് ഇതിനകത്ത് വന്നിട്ടില്ല. അതാണ് ഈ സിനിമയ്ക്ക് പറ്റിയത്.